പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മളിതാ 50 നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ വിഭൂതി ദിവസം കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സന്ദേശം ഇതാണ്: നീ പൊടിയാണ്, നീ പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്നുള്ള സന്ദേശം. നമുക്കറിയാം, നമ്മൾ കുരുത്തോല വഹിച്ചുകൊണ്ട് ഓശാന ഞായറാഴ്ച കർത്താവിന് വേണ്ടി നമ്മൾ പ്രദക്ഷിണം നടത്തും. ഈ കുരുത്തോല നമ്മുടെ നെറ്റിയുടെ നേരെ പിടിച്ചിട്ടാണ് നമ്മൾ ഈ പ്രദക്ഷിണത്തിൽ പങ്കുചേരുക. പിന്നത്തെ വർഷം ഈ കുരുത്തോല കത്തിച്ചിട്ടുള്ള ചാരമാണ് നിന്റെ നെറ്റിയിൽ പൂശുന്നത്. നെറ്റിയിൽ പൂശുമ്പോൾ നാം ഓർക്കണം, നെറ്റിയിൽ മാത്രം പൂശിയാൽ പോരാ, നോമ്പ് ആകണമെങ്കിൽ നെറ്റിയിൽ നിന്നും ആ കുരിശു വര നിന്റെ അധരത്തിലേക്ക് നീളണം. അധരത്തിൽ മാത്രം പോരാ, അധരത്തിൽ നിന്നും ചങ്കിലേക്ക് ഈ കുരിശു വര നീളണം. അപ്പോഴാണ് നോമ്പിന്റെ ഒരു പൂർണ്ണതയിലേക്ക് നീ പ്രവേശിക്കുകയുള്ളൂ. അതായത് നിന്റെ ബുദ്ധിയുടെ തലത്തിൽ നിന്നും നിന്റെ സംസാരത്തിന്റെ പ്രലോഭനങ്ങൾ ഉണ്ടല്ലോ, അതിനെ ചാരമാക്കി മാറ്റണം. ചങ്കിലേക്ക് കടന്നു വരുമ്പോൾ ഹൃദയത്തിന്റെ പ്രലോഭനങ്ങളെ നീ ചാരമാക്കി മാറ്റണം. ഈശോ മരുഭൂമിയിലായിരുന്നപ്പോൾ സാത്താൻ പ്രലോഭനം നടത്തിയല്ലോ. അപ്പത്തിന്റെ പ്രലോഭനം, അഹങ്കാരത്തിന്റെ പ്രലോഭനം, പ്രശസ്തിയുടെ പ്രലോഭനം. ഈ പ്രലോഭനങ്ങളെ ചാരമാക്കി മാറ്റുമ്പോഴാണ് നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കുകയുള്ളൂ, നോമ്പ് ആകുകയുള്ളൂ എന്ന് ഈശോയോട് പഠിപ്പിക്കുകയാണ്. നമുക്ക് ചിന്തിക്കാം. ജോബേലിന്റെ പുസ്തകത്തില് 2-ാം അധ്യായം 13-ാം തിരുവചനം: നീ കീറേണ്ടത് നിന്റെ വസ്ത്രമല്ല, നിന്റെ ഹൃദയമാണ് കീറേണ്ടത്. അതെ, അപ്പോൾ ഹൃദയം കീറണമെങ്കിൽ ഈ ചങ്കിലേക്ക്, ഹൃദയത്തിലേക്ക് ഈ കുരിശു വര നീളണം. കുരിശു വഹിക്കാൻ എളുപ്പമല്ല. കുരിശു വരയ്ക്കാൻ എളുപ്പമാണ്, പക്ഷെ വഹിക്കാൻ എളുപ്പമല്ല. അതുകൊണ്ട് വരയ്ക്കുവാനും വഹിക്കുവാനും എളുപ്പമുള്ളതാക്കി തീർക്കുക എന്നുള്ളതാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ നാം ചെയ്യേണ്ടത്. അബ്രാഹാം മോറിയ മലയിലേക്ക് യാത്ര ചെയ്തു, ഇസഹാക്കിനെയും കൊണ്ട്. മോറിയ എന്ന പദത്തിനർത്ഥം ദൈവം കാണുന്നു എന്നർത്ഥം. ദൈവം കാണുന്നു എന്നർത്ഥമുള്ള മോറിയ മലയിലേക്ക് അബ്രാഹാം യാത്ര പുറപ്പെട്ടപ്പോൾ അബ്രാഹത്തിന് ഉണ്ടായത് കണ്ണുകള്, അബ്രാഹത്തിന് ഉള്ള ചെവി, അബ്രാഹത്തിനുള്ള നാവ്, അബ്രാഹത്തിന്റെ കൈകാലുകൾ. അവിടെ വെച്ച് കർത്താവ് പരീക്ഷിച്ചു. ആ പരീക്ഷണത്തിൽ അവൻ വിജയിച്ചു. കർത്താവ് പറഞ്ഞു, നീ ഇന്നു മുതൽ വിശ്വാസത്തിന്റെ പിതാവായ അബ്രാഹമാണ്. അബ്രാഹാം മോറിയ മലയിൽ താഴെ ഇറങ്ങിയപ്പോഴും അബ്രാഹത്തിന് ഉണ്ടായ കണ്ണുകൾ അതേ കണ്ണുകൾ തന്നെ, ചെവി അതേ തന്നെ, നാവ് അത് തന്നെ, കൈകാലുകൾ അത് തന്നെ. പക്ഷെ പോയപ്പോൾ ഉണ്ടായത്, തിരിച്ചു വന്നപ്പോൾ മാറ്റമുണ്ടായി. അവന് കാണുന്നത് പുതിയത്, കേൾക്കുന്നത് നല്ലത്, പറയുന്നത് നന്മകള്, ചരിക്കുന്നത് നല്ലതിലേക്ക്. കണ്ടോ? മാറ്റം കണ്ടോ? ഈ നോമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മോറിയ മലയിലേക്ക് ഒരു കയറ്റമാണ്. ഈ കയറ്റം കയറുമ്പോൾ നമുക്കെല്ലാം പഴയതാണ്. തിരിച്ചു വരുമ്പോൾ രൂപത്തിൽ മാറ്റമൊന്നുമില്ല, പക്ഷേ പറയുന്നത് നല്ലത്, കേൾക്കുന്നത് നല്ലത്, കാണുന്നത് നല്ലത്, ചരിക്കുന്നത് നല്ലതിലേക്ക്. അവിടെയാണ് നോമ്പിന്റെ പ്രസക്തി കടന്നു വരിക. ബൈബിളിൽ പിതാവായ ദൈവം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആദത്തിനോട് പറയുന്നുണ്ട്, നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന്. ജോബിന്റെ പുസ്തകത്തിൽ ജോബ് പൊടിയിലേക്ക് ഇറങ്ങിയിരുന്നു കൊണ്ട് പശ്ചാത്തപിച്ചു നമ്മൾ കാണുന്നുണ്ട്. നോമ്പ് അതാണ്. ധൂർത്തപുത്രൻ തന്റെ പിതാവിന്റെ പക്കൽ നിന്നും ഇറങ്ങി ഓടി പൊടിയിലേക്ക് പോയി. അവൻ പശ്ചാത്തപിച്ച് തിരിച്ചു വന്നപ്പോൾ അവന്റെ നോമ്പ് പൂർത്തിയായി. അവിടെ സ്നേഹത്തിന്റെ ആ വലിയ നോമ്പ് അവൻ കടന്നു വരികയാണ്. സക്കേബൂസും പൊടിയിലായിരുന്നു. അവൻ കർത്താവിനെ കണ്ടപ്പോൾ അവിടെ ആ പൊടി മാറ്റി കുടുംബത്തിന് രക്ഷ കടന്നു വന്നിരിക്കുന്നു. നമുക്കും ഈ കാലഘട്ടത്തിൽ 4 കാര്യങ്ങളിലൂടെ നോമ്പിന്റെ വലിയ പ്രാധാന്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണം. ഒന്നാമതായി, ഉപവാസത്തിലൂടെ ഉപവസിക്കുക, കർത്താവിന്റെ കൂടെ വസിച്ച് നോമ്പ് കൂടുതൽ ചൈതന്യമാക്കുക. 2, പ്രാർത്ഥനയിലൂടെ കർത്താവുമായി സംഭാഷണം ഏർപ്പെടുത്തുക. 3-ാമതായി, അനുതാപത്തിലൂടെ നിന്റെ ഹൃദയത്തെ നോമ്പിലേക്ക് കൂടുതൽ എടുത്തുയർത്തുക. 4-ാമതായി, ദാനധർമ്മത്തിലൂടെ നിന്റെ കർത്തവ്യങ്ങൾ, കടമകള് നീ നിർവഹിക്കുക. 3 നന്മകൾ കൂടി നമുക്ക് നോമ്പിലേക്ക് എടുത്തു വെക്കാൻ സാധിക്കണം. 1, നിന്റെ നന്മകൾ നാമ്പിടുന്ന കാലമാണ് ഈ നോമ്പ് കാലഘട്ടം. 2,
നിന്റെ പ്രാർത്ഥനകൾ പുഷ്പിക്കുന്ന കാലമാണ് ഈ നോമ്പ് കാലഘട്ടം. 3, നിന്റെ ബന്ധങ്ങൾ ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ഊട്ടിയുറപ്പിക്കുവാനുള്ള കാലം കൂടിയാണ് ഈ നോമ്പ് കാലഘട്ടം. ചിന്തിക്കുക, ഈ നോമ്പ് കാലഘട്ടത്തിൽ നോമ്പ് നീ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ ഈ നോമ്പ് കൊണ്ട് നിനക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ശരീരം ക്ഷീണിച്ചുകൊണ്ട് യാതൊരു ഉപകാരമില്ല. പക്ഷേ നിനക്ക് ആത്മീയമായി എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഈ നോമ്പ് നീ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ നിന്നിലൂടെ നിന്റെ സഹോദരന് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഈ നോമ്പ് നീ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ നിന്റെ സമൂഹത്തിന് എന്തെങ്കിലും നിന്നെ കൊണ്ട് ഈ ഉപകാരമുണ്ടോ? ചിന്തിക്കുക. അങ്ങനെ ഉപകാരമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നോമ്പ് എന്ന് പറഞ്ഞ് നീ മുന്നോട്ട് പോകുന്നത്? എന്തെങ്കിലും ഉപകാരമുണ്ടാകട്ടെ മരിക്കുന്നതിന് മുമ്പ്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.